ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെൻ്റെ ഭാര്യ. ഈ മനോഹരമായ ഗാനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർ വളരെ ചുരുക്കാക്കാരട്ടോ. അപ്പോൾ ഭാര്യയുടെ ധർമ്മങ്ങൾ, ഭാര്യയുടെ കടമകൾ, ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ, ഭാര്യയ്ക്ക് കുടുംബത്തോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, അതൊക്കെ വലിയ പരമപ്രധാനമാണ് കേട്ടോ. എന്തായാലും ഭാര്യമാർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല കേട്ടോ വീട്ടിൽ ചെയ്യുന്നത്. നമ്മൾ കരുതും പണിയൊന്നുമില്ല, നേരം വെളുത്താൽ അതിനത്രയും പണിയൊന്നുമില്ലേ, എന്താപ്പോൾ? പക്ഷെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. നമ്മളെ ഭാര്യമാരൊക്കെ, ഏതൊരു ഭാര്യ ആയിക്കോട്ടെ, അവരതിൻ്റേതായ എഫർട്ടുകൾ എടുത്തിട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കേട്ടോ. അതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. ഭാര്യ എന്നുള്ള രണ്ടക്ഷരത്തിൽ ഒരുപാട് മാനം കൊടുക്കണം കേട്ടോ. നമ്മളൊന്നും അത് കാണാതെ പോകരുത്. അവരുടെ എഫർട്ട്, അവരുടെ കുടുംബത്തോടുള്ള ബാധ്യത, അവരുടെ കുടുംബത്തോടുള്ള സ്നേഹം. അപ്പം നമ്മൾ രാവിലെ നമ്മൾ കരുതുന്നത് അവർ രാവിലെ നീക്കണു, നമ്മളുടെ ഓഫീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷെ അതിൽ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മളൊന്നത് അനുഭവിച്ചറിയണം. നമ്മൾ രാവിലെ വരുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്നു, ചോറിന് ഇരിക്കണു, രാവിലെ ചായ കുടിക്കണു, ഉച്ചയ്ക്ക് ചോറിന് ഇരിക്കണു, അല്ലെങ്കിൽ വൈകുന്നേരത്ത് നമ്മൾ വരുന്നു, വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഒരു എഫർട്ട്, അതിൻ്റെ ഒരു പ്രയാസം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ അവർ പല നിരക്കും അതിനെ വ്യാഖ്യാനിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നിപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളുടെ ആ സ്നേഹം, നമ്മൾ പറയും ഓൽക്ക് പണിയൊന്നുമില്ല, ഓൽക്ക് എന്താ പണി, ഓൽക്ക് നേരം വെളുത്താൽ ചായ ഉണ്ടാകും. അപ്പം അതൊരു പണിയാണ്. ചിലർ ചോദിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടോ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഓൾക്ക് ജോലിയൊന്നുമില്ലേ. പക്ഷെ വലിയ ജോലിയാണ് അവരെടുക്കുന്നത്, വലിയ ഉത്തരവാദിത്തമാണ് അവർ സമൂഹത്തിൽ അവർ ചെയ്യുന്നത്. അവരുടെ എഫർട്ട് വലിയ പരമപ്രധാനമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. അവർക്ക് ഭർത്താക്കന്മാരുള്ള കടമ അതൊക്കെ അവർ നിർവഹിക്കുന്നുണ്ട്. മക്കളോടുള്ള ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടിയൊക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്ന ഭാര്യമാർ, അവരൊക്കെ ഒരുപാട് ഇതിലാണ്. എന്നിട്ട് അവരുടെ ആ പ്രയാസം അവരൊന്നും കാണിക്കുന്നില്ലല്ലോ നമ്മളോട്. അവരതിനെ സ്നേഹപൂർവ്വം അത് കൈകാര്യം ചെയ്ത്, ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ. എന്തപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു ദേഷ്യം വരുവേ, ചിലപ്പോൾ ചുമലുണ്ട്. പക്ഷേ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സമയം ഇതുമായിട്ട് ചർച്ച ചെയ്യണം, ടോക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലൂടെ നാളെ കാണാം. പുണ്യ റംസാനെ വരവേൽക്കാൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ കേട്ടോ, അവരൊക്കെ വീടുകളൊക്കെ പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് റംസാന് 18-ാം തീയതി 19-ാം തീയതി എടുക്കണോ, എന്ത് ചെയ്യണം എന്നൊക്കെ വേവലാതിപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുക. വേവലാതിപ്പെട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അവരോടൊപ്പം സ്നേഹം പങ്കിടണം. അതുപോലെ തന്നെ അവരെ സഹായിക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ചില പണികളിലൊക്കെ നമ്മളും വീടുകളിലെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അറ്റ്ലീസ്റ്റ് സാധനം മേടിച്ചുകൊണ്ടിരുന്നു ചെയ്യണം എന്നിട്ടാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു നല്ലതിനെ ആശംസിക്കുകയാണ്.
അവരെ മാത്രം ഭാരം ഏൽപ്പിക്കാതെ അവരോടൊത്ത് സ്നേഹത്തോടു കൂടി കഴിയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോക്ക് അടിയിൽ എഴുതണം കേട്ടോ. ഒരുപാട് സ്ത്രീകൾ, പെണ്ണുങ്ങൾ, ഭാര്യമാരിത് കാണാറുണ്ട്, നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഭർത്താക്കന്മാരുടെ പേരിൽ നിങ്ങൾ ഇതാക്കാനൊന്നും നിൽക്കണ്ട, ഭരിക്കരുത്. അവരവരുടെ സ്നേഹം നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്, തീർച്ചയാണ്. അതുപോലെ തന്നെ പരസ്പര സൗഹൃദമായിട്ട് പോകണം ഇൻഷാ അല്ലാഹ്. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു. താങ്ക് യു.